ഭയങ്കര ബോറ്. ഭയങ്കര ബോറാണ്. കോമഡി ഒന്നുമില്ല. അല്ല കോമഡി ഭയങ്കരമാണ് പടം. എങ്ങനെയുണ്ട് പടം? ഞാൻ മൈക്ക് തല്ലി പൊളിക്കും പറഞ്ഞേക്കാം. പുറത്തൊലിഞ്ഞ പടം കൊണ്ട് പടവാ ഇഷ്ടപ്പെട്ടു. ഞാൻ തെറി വിളിക്കാറില്ല പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഈ പടം എങ്ങനെയാണോ. അല്ലെങ്കിൽ ഈ പടമൊന്നും അല്ല ബ്രോ. ഇത് പടം മറ്റേ ഈ നമ്മൾ ടിക്ടോക്കിലും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീലില്ലേ, അതുപോലത്തെ സാധനം. ഈ സുരാജ് വെഞ്ഞാറമൂടൊക്കെ ഇതിനൊക്കെ തല വെച്ച് കൊടുത്തുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ്. സംവിധാന മികവൊക്കെ എങ്ങനെയുണ്ട്? സംവിധാന മികവെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മികവാണ്. അഭിനയം നന്നായിട്ടുണ്ട്. ഞാൻ കുറച്ച് വൃത്തിയുടെ ആയിട്ടുണ്ട് പുള്ളി, കുഴപ്പമില്ല. വിനായകൻ ചൂടായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. ജൂഡ് ആന്റണിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല സിനിമ കേട്ടോ. പക്ഷെ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് കാണണം. ഇതിന് സെക്കൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതിനുണ്ടോ? ഞാൻ സത്യത്തിന് വെയിറ്റ് ചെയ്യാം. കാരണം ഇതിപ്പം 2024 ഇതല്ലേ, എനിക്ക് ഇനി അനുഭവിക്കണം. കാരണം ഇത് എന്നെ പറഞ്ഞാൽ മതി. ഈ തൊലിഞ്ഞ പടം വന്ന് കണ്ടതിന് എന്നെ പറഞ്ഞ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വേറെ ഉണ്ടോ? അതിൽ മേളിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല. ഞാൻ സാധനം പൊതുവെ ചീത്ത വിളിക്കാറില്ല. തെക്ക് വടക്ക് എന്നുള്ള ടൈറ്റിൽ ഉണ്ടല്ലോ. ഈ പ്രൊഡ്യൂസർ തെക്ക് വടക്ക് ഓടും അതോ കിഴക്ക് പടിഞ്ഞാറോ? അല്ല, എന്തിനാ തെക്ക് വടക്ക് ഉദ്ദേശിക്കുന്നത്? ഇവർ രണ്ടുപേരും ചത്ത് കിടക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കി കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതാ ഉദ്ദേശിക്കുന്നത്. തെക്ക് വടക്ക് പ്രൊഡ്യൂസറിന്റെ അവസ്ഥ എന്താവും? കഷ്ടമാണ്. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കാശ് കിട്ടാൻ വേണ്ടി. അതെ, നമുക്കുണ്ടെങ്കിൽ അതൊക്കെ പറ്റും. അതുപോലെ ടിക്ടോക്ക് സംവിധാനം ചെയ്യുന്ന ആളാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ സുരാജ് വെഞ്ഞാറമൂടും നമ്മുടെ വിനായകൻ രണ്ടുപേരുടെയും ലുക്കൊക്കെ കൊള്ളാം. ഇടയ്ക്ക് ചെറിയ കോമഡിയൊക്കെ സുരാജ് അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാം. ഈ സിനിമ മൊത്തം കണ്ടിറങ്ങുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക പുരസ്കാരങ്ങളോ സമ്മാനങ്ങളോ? തീർച്ചയായിട്ടും തിയേറ്ററുകാർ കൊടുക്കേണ്ടതാണ് അത്. കാരണം ഇത്ര നേരം സഹിച്ചിരുന്ന് കണ്ടതിന്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർ എന്തെങ്കിലും ഈ കണ്ടവർക്ക് കൊടുക്കേണ്ടി വരും. എത്ര സ്ക്രീനുകൾ ഉണ്ടാവും ഈ സിനിമ ഏതാണ്ട് 300 സ്ക്രീനിലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. എത്ര മിനിമം എത്ര കോടിയെങ്കിലും പ്രൊഡ്യൂസറിന് കിട്ടുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞ മിക്കവാറും ഈ തെക്ക് വടക്ക് മാത്രം ഓടിയാലൊന്നും പ്രൊഡ്യൂസറൊന്നും കിട്ടത്തില്ല. കിഴക്കും പടിഞ്ഞാറിന് ഏതെങ്കിലും വേറൊരു ദിശയുണ്ടെങ്കിൽ ആ ദിശയിൽ കൂടെ ഓടേണ്ടി വരും. സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞു തെക്ക് വടക്ക് നല്ല സിനിമയുടെ പേരെങ്കിൽ താങ്കൾ എന്ത് പേരിടും? ആ പേരിപ്പോ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റത്തില്ല. സിനിമ ഈ പറഞ്ഞ എന്താണ് സിനിമ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല. എന്താ അപരാധം ഈ പറയുന്നത്? ചുമ്മാ വന്ന് പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ശോകമായി പോയി സിനിമ. അല്ല, കയറിയിരിക്കുമ്പോ നമ്മുടെ ബോധം പൊക്കോളും. പിന്നെ അവ കാണുന്ന മൊത്തം അബോധാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പർ സിനിമ. ടൈം ലൂപ്പ് എന്ന് വിചാരിച്ചാൽ ഞാൻ സിനിമ കാണാൻ വന്നത്. പക്ഷേ ഇത് ടൈം ലൂപ്പിൻ്റെ ഒരു ചെറിയ ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് ഒരു ദൈവികമായ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ട്. അത് ആൾക്കാർ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലായിക്കോളും. ഒരു ലെറ്റ് ഓൺ ഇൻഫാക്ട് ക്യാമറ വൈസ് ക്യാമറ ആംഗിൾസും ക്യാമറ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് പിക്ചറിൻ്റെ ക്രിസ്പ്നെസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഒരു ഓവറോൾ എഫേർട്ട് ആസ് സച്ച് ഒരു ഇല്ലോജിക്കൽ രീതിയിൽ സിനിമ മൂവി ആയിരുന്നു. ആൻഡ് ആ ഒരു ഫ്ലോ ആ സിനിമയ്ക്ക് ആദ്യം തൊട്ടേ ആ ഒരു ഫ്ലോ കിട്ടിയില്ല സിനിമയിൽ. എസ്പെഷ്യലി ഒരു ഇൻ്റർമിഷൻ ടൈമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ സിനിമയുടെ കുറിച്ചൊക്കെ ഒരു ക്ലൂ കിട്ടുന്നത്. പക്ഷെ അതുവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരു ഫ്ലോ ഇല്ലാതായി പോയിരുന്ന സിനിമ. എപ്പോഴത്തെ പോലെ സിജു വിൽസൺ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഈവൻ ഹിസ് ഗ്രേസ് ഓർ എഫേർട്ട് മൈറ്റ് ബി ഏബിൾ ടു സേവ് ദ മൂവി. എനിക്ക് അറിഞ്ഞൂടാ, അത്രയ്ക്ക് അങ്ങനെ മോശം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുക അത്ര തന്നെ. ഞാൻ വിചാരിച്ചു ഈ മൂവി ചിലപ്പം ഒരു തമിഴിൽ മാനാട് പ്രസൻറ്റ് ചെയ്ത പോലെ ചിലപ്പം മലയാളത്തിൽ ആ ഒരു എഫക്റ്റ് വരും എന്ന് പറഞ്ഞ് എഴുതാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഈ മൂവി ആ ഒരു ഡയറക്ഷനിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നൊരു ലെറ്റ് ഡൗൺ ആയിപ്പോയി. ഇറ്റ് ഡിപ്പെൻസ്. ഓരോ ആൾക്കാർക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. തൃപ്തിപ്പെടുത്താനുള്ള അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. എനിക്ക് സിജു വിൽസൺ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പ്ലീസിങ് ടു ദ ഐ എന്ന് പറയുന്നൊരു ആക്ടറാണ്. അത് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല. മെയിൻലി ബിക്കോസ് ഓഫ് സിജു വിൽസൺ ഇസ് വൈ ഐ കെയിം വാച്ച് ദിസ് മൂവി. പക്ഷേ അതർവൈസ് എനിക്ക് തോന്നുന്നില്ല അത് ഈ മൂവിക്ക് ഒരു ടേക്ക് അവേ സച്ച് ഉണ്ട്. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ലൂപ്പ് അത് എക്സ്പെക്റ്റ് ചെയ്ത് ആണ് വന്നത്.
വന്നത്. പക്ഷേ ആ ഒരു ടൈം ലൂപ്പ് ആയിരുന്നാൽ പോലും ആ ഒരു ജോണറിൽ വെച്ച് പിടിച്ചിട്ട് പോലും ഒരു സിനിമയ്ക്കൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇതിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എത്രത്തോളം ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കണ്ടിരിക്കുക. അല്ലാതെ എൻ്റെ ഒരു രീതിയിൽ ഇറ്റ് വാസ് എ ലെറ്റ് ഡൗൺ. ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരിക്കണം, എസ്പെഷ്യലി എഡിറ്റിംഗ് ആയിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും പെർഫോമൻസസ് ആയിരുന്നാലും. പെർഫോമൻസ് വൈസ് ക്വൈറ്റ് ഓക്കെ, ബാലു വർഗീസ് ആയിരുന്നാലും സിജു വിൽസൺ ആയിരുന്നാലും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദി എൻറ്റയർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളാണ്. സോ ടൈം ലൂപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഓഡിയൻസിനെ ഫീഡ് ചെയ്യായിരുന്നു. ഒരു ടൈം ലൂപ്പ് ജാനറിൽ വരുമ്പോൾ തന്നെ തിരികെ വെൻ ദീ സീൻസ് ഗെറ്റ് പ്ലേഡ് ബാക്ക് അഗെയിൻ, അതിൽ പിന്നെ കൂടുതൽ നേരത്തെ നടന്ന എന്താണെന്നുള്ള കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. ഭയങ്കര കിഡിഷായിട്ട് തോന്നി. എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തോന്നി. ഇതാണ് നേരത്തെ പറ്റിയത്, ഇതിപ്പോൾ ഇങ്ങനെ പറ്റി. ഐ ഡോണ്ട് തിങ്ക് അത്രയ്ക്ക് നല്ലപോലെ അത് വന്നു എന്ന്. എഡിറ്റിംഗ് ഷുഡ് ഹാവ് ബീൻ ഫാർ മച്ച് ബെറ്റർ. ആൻഡ് ഓൾസോ എഡിറ്റിംഗ് ഫാർ മച്ച് ബെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എഡിറ്ററിന് കൊടുക്കുന്ന വിഷ്വൽസ് ഷുഡ് ഓൾസോ മാറ്റർ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു എഡിറ്ററിന് കൊടുക്കുന്ന വിഷ്വൽസും കൂടെയാണ്. സോ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ കാര്യമായിരുന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും ഫ്ലോ ഉണ്ട്, ആ ഒരു പേസ് ഉണ്ട്. ഒരു ടൈം ലൂപ്പ് മൂവി വരുമ്പം അതിനൊരു പേസ് ഉണ്ട്. എഗെയിൻ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ഒരു ടൈം ലൂപ്പ് കോൺസെപ്റ്റ്, പക്ഷേ എന്നാലും ആ ഒരു ജോണറെ വെച്ച് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദൈവികമായുള്ളൊരു കാര്യം ഈ സിനിമയിൽ ഇൻവോൾവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി ആ ഒരു എൻറ്റയർ മൂവിയുടെ കോൺസെപ്റ്റ് ഇസ് എ മൂമെൻറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. സോ ആ ഒരു മൂമെൻറ്റ് മേ ബി എ മിനിറ്റ് ഹൗ ഇറ്റ് ക്യാൻ ചേഞ്ച് എ പേഴ്സൺസ് ലൈഫ് ആണ് ഈ സിനിമ കൂടുതൽ നോക്കിയിരിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് നല്ലതായിരുന്നു. ആ കോൺസെപ്റ്റ് ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മൂവി വേറെ ലെവലെത്തുമായിരുന്നു. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇക്വേറ്റ് ചെയ്ത് മാനാടായിട്ടാണ്. മാനാടിൻ്റെ ഒരു എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ലോജിക്ക് നോക്കാൻ പാടില്ല, മനസ്സിലായി ലോജിക്ക്. പക്ഷേ മാനാടിൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ ഇറ്റ് വാസ് spacey, quick, edits were crisp, and obviously ഷിംബു മറ്റേതൊക്കെ ഇറ്റ്സ് ലൈക്ക് ഡയലോഗ്സ് ആൻഡ് എവറിത്തിങ് എല്ലാം കട്ട് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ഒരു പേസ് എപ്പോഴും വേണം എന്ന് വെച്ചാൽ ആൾക്കാർ ചിന്തിക്കാൻ സമയം കൊടുക്കരുത്, ആൾക്കാർ കൂടുതൽ ഫീഡിപ്പിക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോകും. എനിക്ക് തോന്നുന്നു ഇത് എവിടെയോ കയ്യിൽ നിന്ന് വിട്ടുപോയി, ആ ഫ്ലോ എവിടെ പോയി. സോ ദാറ്റ്സ് വൈ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വർക്ക് ഫോർ ദ മൂവി. ഫോർ മീ ഇറ്റ് വാസ് എ ലെറ്റ് ഡൗൺ. ബട്ട് ഒരു ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്, ചില ആൾക്കാർ കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കുക അത്ര തന്നെ. പക്ഷേ ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ വരാൻ പാടില്ലെന്ന് എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാൻ പറ്റും. ഞാൻ മൈക്ക് തല്ലി പൊളിക്കും പറഞ്ഞേക്കാം, പുറത്തൊലിഞ്ഞ പടം കൊണ്ട് എന്താ അപരാധം ഈ പറയുന്നത്. സുരാജൊക്കെ അവരുടെ ആക്ടിങ് വൈസ് നോക്കിയാണ്, പക്ഷെ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത ഡാർക്ക് കോമഡി നോക്കിയതാണ്. പക്ഷേ വിനായകൻ മറ്റേ ആടിന്റെ മറ്റേ ഡൂഡാണ് പിടിച്ചേക്കണത്. ഡൂഡ് അതാണ് പിടിച്ചേക്കണത്, വേറെ ഒന്നുമല്ല. ഒരു പക 10-30 വർഷത്തെ പക കൊണ്ടുപോകുന്നു, മരണം വരെ കൊണ്ടുപോകുന്നു, പിന്നെ മക്കളായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ശോകമാണ്. നന്നായിരുന്നു. കോമഡി ആക്ഷനൊക്കെ കൂടി, കോമഡി തന്നെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. നല്ല സിനിമ. കോമഡി അല്ല, ഒരു ആക്ഷൻ ആൻഡ് ഒരു ത്രില്ലർ കൂടുതലുള്ളൊരു സിനിമ. മെസ്സേജായിട്ട് എന്ത് പറയാനാ, മെസ്സേജായിട്ട് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഒരു ടൈം പാസ്. അഭിനയം സിജു വിൽസൺ കൊള്ളാം, ബാലു വർഗീസ് അവരുടെ അഭിനയം കൊള്ളാം.